ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഡയബറ്റീസുകാർക്കും വെയിറ്റ് കുറക്കുന്നവർക്കും പിന്നെ സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ്. കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് മില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കണം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ ഞാനിത് രാത്രിയാണ് കുതിരാൻ വയ്ക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് 2 ചെറുപഴമാണ്. നല്ലതുപോലെ പഴുത്ത പഴമായിരിക്കണം. ചെറുപഴമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളെടുക്കാം. ഇതിനകത്ത് ഏത്തപ്പഴം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ റോബസ്റ്റ പഴം, ഞാലിപ്പൂവൻ പഴം, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടിത് തേങ്ങയുമായിട്ട് പഴം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഡഡ് ഷുഗർ ഇല്ലാതെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാലേ നിങ്ങൾ മറന്നു പോകും. പഴവും തേങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളോടുകൂടി വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പഴവും തേങ്ങയും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട മില്ലറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുതിരാൻ വെച്ചത് കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിരാനിട്ട വെള്ളം മുഴുവനായിട്ടും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ മില്ലറ്റ് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മില്ലറ്റ് നല്ലതുപോലെ കുതിർന്നത് കൊണ്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പഴവും തേങ്ങയും കൂടി കുഴച്ച് വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഈ ബാറ്റർ കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. അപ്പം മൊത്തം 3/4 കപ്പ് വെള്ളമാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ ചേർക്കുക. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർക്കുക. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ടത്. കൂടുതൽ ബാറ്റർ ഒഴിച്ചാൽ കട്ടിയായി പോകും. അതുകൊണ്ട് അധികം ബാറ്റർ ഒഴിക്കരുത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ തന്നെ 3 മിനിറ്റ് വേവിക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂടുതലായി പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കുറച്ച് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നിങ്ങളുടെ സ്റ്റവിൻ്റെ ചൂടനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈമിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുക അത് വെന്തിട്ടുണ്ടോയെന്ന്, കറക്റ്റായിട്ട് മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മുരിവായിപ്പോയി. അപ്പോൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമ്മളതനുസരിച്ച് ചൂട് ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. രാവിലെ വളരെ എളുപ്പമായിരിക്കും. കറി ഒന്നുമില്ലാതെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും വെയിറ്റ് ലോസുകാർക്കും അതുപോലെ ഡയബറ്റീസുകാർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ പാൻ കേക്കും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്.
വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട. രാവിലെ കറികളൊന്നും ഉണ്ടാക്കി നമ്മൾ വിഷമിക്കുകയും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.